ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വേണമെന്നുള്ളതാണ്. നോർമലി നിങ്ങൾ പറയും പോലെ പറയാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെങ്ത് സംഭരിക്കാൻ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു കൂടി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനെയൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ ദൈവത്തിനെയൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്കിവിടെ മറികടന്നു പോവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ തടുത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഹൈറഫൻ്റ് എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാൻ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമാറി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല വളരെ കാമായിട്ട് ഈ സമയം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ്. പിന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ഫുൾഫിൽ ആയ പോലത്തെ ഒരു എനർജിയാണ്. അതായത് ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് കപ്സും അതുപോലെ 8 ഓഫ് വാൺസും 4 ഓഫ് വാൺസും ജസ്റ്റിസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നെങ്കിൽ, കോർട്ട് സംബന്ധമായ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു യൂണിയൻ ആയിരിക്കണം ഇവിടെ ഉണ്ടാവുന്നത്. കാരണം അതിനൊരു യൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്
ആ ഒരു കേസിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഇനിയൊരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി നിങ്ങൾക്കത് എൻഡായി പോയി എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറിപ്പോയൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആഗ്രഹം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ചിരിക്കാനാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളില്ലാതെ ചിലപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. അവർ അങ്ങനെ മാറുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഇങ്ങനെയൊരു എനർജിയിലായിരുന്നിരിക്കാം. അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു കംപ്ലീഷനാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, അതൊരു കർമ്മയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് അവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ എൻഡ് ആയതിന് ഒരു സെലിബ്രേഷൻ നിങ്ങൾ നടത്തുന്നുണ്ടാവാം. ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ വെഡ്ഡിങ്ങോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു വിദേശത്തേക്കൊക്കെ പോകുന്നതിനുള്ള ഒരു പാർട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ പാർട്ടിയിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇവിടെ 4 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിലും ഒരു സെലിബ്രേഷനാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ വിവാഹത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും നിങ്ങൾ നന്ദി പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന നന്മകൾക്കും സമാധാനത്തിനും സന്തോഷത്തിനും ശരിക്കും നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു യൂണിയനാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. അവരോട് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രണയമൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ താമസിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോയി ഏതെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ സ്വപ്നം കാണുന്ന ഒരു അങ്ങനത്തെയൊക്കെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ചോയ്സ് ഉള്ളവർ കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒന്നിലധികം ജോബ് ഓഫർ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിലധികം ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നിലധികം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം, കുറേ ചോയ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർ ഒരു നെഗറ്റീവിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത്.
ഇതിൽ പാസ്റ്റിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കാത്തതിൽ വിഷമമുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഫർ ഈ ഒരു സമയം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ വളരെ നിരാശയിലാണെന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് എന്ന് വിചാരിച്ച് നിരാശയിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നിരാശപ്പെടാതെ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ബോധേഡായിട്ട് അതിലൊന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്ലോയിൽ പോകുന്നതല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനോബലം ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് വളരെ വിഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു പ്രത്യേക ഊർജം വരും എന്നുള്ളതാണ്. എന്ത് തടസ്സമുണ്ടെങ്കിലും എനിക്കത് ചെറുത്ത് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവമോ അല്ലെങ്കിൽ അസെൻഡിങ് മാസ്റ്റേഴ്സോ ഒക്കെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നൊക്കെ തോന്നി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഡിഫെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും ഒരുപാട് നല്ല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു എനർജി ഇതിലുണ്ട്. അതുപോലെ ഒരു ജോബ് ഓഫർ നിങ്ങളെ തേടി എത്തുന്നതെന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയം വളരെ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് ആയിരിക്കില്ല നിങ്ങൾക്കൊരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഡ്രീമർ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു തുടക്കമാണ്. ഈ സമയം പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിവെച്ച് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളിൽ വിശ്വസിക്കുക. മറ്റുള്ളവരുടെ ഗൈഡൻസ് ചിലപ്പോൾ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിൽക്കാതെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പോലും നിൽക്കാതെ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്കൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കോടതിയുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നീതി കിട്ടുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക.
വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.